ഞാൻ എന്നെ പൊട്ട അത് ഭയങ്കര വലിയൊരു ഫൈനായിരുന്നു. അത്ഭുതത്തോടെ ആൾക്കാർ നോക്കാറുണ്ട്. നമ്മള് പെട്രോൾ തീർന്ന വഴിയിലായിട്ടുണ്ടെങ്കിൽ അതിന് വേറെ ഫൈനുണ്ട്. ഒരു 2-2.5 കോടി രൂപ പോയി ടെസ്റ്റ് ഡ്രൈവിന് പോയി നല്ലൊരു എമൗണ്ട് അതിന് കളഞ്ഞ് 100 സംതിങ് എങ്ങാണ്ട് ഫൈനും വന്ന് ഒരു പോയിന്റും കിട്ടി. ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മൾ രാവിലെ ഒരു വണ്ടി റിവ്യൂവിന് പോകാനുള്ള പരിപാടിയാണ്. ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ ജസ്റ്റ് ഇറങ്ങിയുള്ളൂ. അപ്പൊ പുള്ളി രാവിലെ മെസ്സേജ് എവിടെ എത്തിയെന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് വോക്സ്വാഗൺ ഗോൾഫ്. ഓൾമോസ്റ്റ് ഒരു 35 മില്യൺ വണ്ടി ഇതുവരെ വിറ്റിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് അതിന്റെ ഒരു റിവ്യൂ ചെയ്യാം. ജർമ്മനിയിലാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് മാപ്പില്ലാണ്ടെങ്കിലും പോക്ക് നടക്കില്ല. നമുക്ക് ആദ്യം മാപ്പിടാം, എന്നിട്ട് ബാക്കി പരിപാടി. 25 മിനിറ്റ് ഉണ്ട്. ഞാൻ അവിടുത്തെ ഒരു 15 മിനിറ്റ് ഒക്കെ എടുക്കുള്ളൂ. ഓക്കെ, എന്നാ പോയാലോ. അപ്പൊ നമ്മൾ നമ്മുടെ അറ്റയൊക്കെ കുട്ടനുമായി വണ്ടി കയറുമ്പോൾ ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ആവുന്നതുകൊണ്ട് കയറുമ്പോൾ തന്നെ സ്പോട്ടിഫൈന്ന് പാട്ട് വരും. പാട്ട് നമ്മുടെ വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് അടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഓഫ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ വോളിയം മാക്സിമം കുറച്ച് വെക്കാം. ആക്ച്വലി ഇതുവരെയുള്ള എല്ലാ വീഡിയോയും വൈഫാണ് ഷൂട്ട് ചെയ്ത് തന്നത്. പക്ഷെ നമുക്ക് എപ്പോഴെങ്കിലും നമ്മൾ ഓണായിട്ട് ചെയ്തു തുടങ്ങണമല്ലോ, കാരണം പുള്ളിക്കാരുടെ അവൈലബിലിറ്റി നമുക്ക് എപ്പോഴും ഉണ്ടാവത്തില്ല. ഇപ്പോൾ ഒരു ട്രൈപോഡൊക്കെ വെച്ചിട്ട് നമ്മുടെ എക്സ്റ്റീരിയർ ഷോട്ടുകളൊക്കെ അങ്ങനെ എടുക്കാം. പിന്നെ അകത്തുനിന്നുള്ള ഡ്രൈവിംഗ് വീഡിയോ ഫ്രണ്ട് കൂടെ ഉണ്ടാവുമല്ലോ, അപ്പൊ അവനെ കൊണ്ട് എടുപ്പിക്കാം. അങ്ങനെ ഒരു ഐഡിയയിലാണ്. നോക്കാം എങ്ങനെ ഉണ്ടാവും അതിന്റെ ഒരു. ഓൾറെഡി നമ്മുടെ വേറൊരു വീഡിയോ പ്രൊഡക്ഷൻ കഴിഞ്ഞ് ഇരിപ്പുണ്ട്, അത് വൈഫ് ചെയ്തതാണ്. അപ്പൊ ഞാൻ ഇന്ന് ഇതും ചെയ്തിട്ട് രണ്ടും എൻ പ്രൊഡക്റ്റ് കമ്പാരിസൺ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഡിഫറൻസ് മനസ്സിലാവുമല്ലോ. എന്റെ ഓൺ പ്രൊഡക്ഷൻ എങ്ങനെയുണ്ട്, ക്യാമറമാൻ സെപ്പറേറ്റ് ഉണ്ടെങ്കിൽ എങ്ങനെയുണ്ടെന്നുള്ള ഡിഫറൻസ് നമുക്ക് ഇന്ന് അറിയാം. ഇവിടുത്തെ ഓട്ടോവാനിൽ കയറി. ആക്ച്വലി 20 കിലോമീറ്റർ ഉണ്ട് പുള്ളിയുടെ അടുത്തോട്ട്. ഇവിടെ ആയതുകൊണ്ട് ഇതൊരു 18 മിനിറ്റ് കൊണ്ട് നമ്മൾ എത്തും. ഞാൻ യൂഷ്വലി ഈ വണ്ടി ഈ ഓട്ടോവാനിലോട്ട് കയറി കഴിഞ്ഞാൽ മോസ്റ്റ്ലി ട്രാവൽ അസിസ്റ്റഡ് ആണ് ഓടിക്കുന്നത്. അതായത് ആക്സിലേറ്ററും ബ്രേക്കൊക്കെ വണ്ടി ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇടയ്ക്ക് സ്റ്റിയറിംഗ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക, ബാക്കി സ്പീഡ് വണ്ടി തന്നെ അഡ്ജസ്റ്റ് ചെയ്തോളും. പിന്നെ ഞാൻ കുറച്ച് ഡ്രൈവിങ്ങും കുറച്ച് എൻതൂസിയാസ്റ്റിക് ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് അത്യാവശ്യം നല്ല ഫൈൻ ഞാനിവിടെ അടയ്ക്കാറുണ്ട്. സ്പീഡ് ഫൈന് ഒരു കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ഒരു 10-60,000 രൂപ സ്പീഡ് ഫൈൻ മാത്രം അടച്ചിട്ടുണ്ട്. അത് ബേസിക്കലി എന്താ ഭയങ്കര അഗ്രസീവായിട്ട് ഓടിക്കുന്നതുകൊണ്ടല്ല. നമുക്കിപ്പോൾ ഒരു 30-50 ഒക്കെ സ്പീഡ് ലിമിറ്റ് ഉള്ളിടത്ത് 30-ലൊക്കെ പോകുമ്പോൾ നമ്മൾ നടന്നു പോകണമെന്ന് തോന്നും. അതുകൊണ്ട് പതുക്കെ എന്താ അറിയാണ്ട് കാല് കൊടുത്തു പോകും. കാല് കൊടുക്കുമ്പോൾ 50 ആകുമ്പോൾ ആയിരിക്കും എവിടെയെങ്കിലും ക്യാമറ അവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും, അവിടെ ഒരു അടി കിട്ടും. പിന്നെ നമ്മൾ ഈ വണ്ടി മേടിക്കാൻ ഇറങ്ങിയ സമയത്ത് ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോയപ്പോൾ നല്ലൊരു പണി കിട്ടി. അതായത് ഈ നിസാന്റെ കാഷ്കായ് വണ്ടി ഉണ്ടല്ലോ, നമ്മുടെ ഒരു ബഡ്ജറ്റിനകത്ത് വരുന്ന SUV ചെക്ക് ചെയ്തപ്പോൾ അതും ഉണ്ടായിരുന്നു. അപ്പൊ അതെങ്ങനെ ഉണ്ടെന്ന് നോക്കാം എന്നുള്ളൊരു ഐഡിയയിൽ പോയി അതെടുത്ത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ഇത് 50 സ്പീഡ് ലിമിറ്റ് ഉള്ള ഏരിയ ആയിരുന്നു, ഞാനത് ശ്രദ്ധിച്ചില്ല. അപ്പൊ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ ഇതിന്റെ പെർഫോമൻസും ആക്സലറേഷനും ഹാൻഡ്ലിങ്ങും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണേ. അപ്പൊ ആക്ച്വലി ഞാൻ അറിഞ്ഞില്ല, പക്ഷെ 2 മാസം കഴിഞ്ഞപ്പോ ഒരു ബില്ല് വന്ന് 50-ന് 76-ന് പിടിച്ചു നമ്മളെ. അത് ഭയങ്കര വലിയൊരു ഫൈനായിരുന്നു. അങ്ങനെ പിന്നെ ആദ്യകാലത്ത് എനിക്ക് പറ്റിയ ഒരു അബദ്ധം എന്ന് പറഞ്ഞാൽ, നമ്മൾ വളരെ മര്യാദയ്ക്ക് 80-ൽ പോകുന്ന സ്ഥലത്ത് പൊയ്ക്കൊണ്ടിരിക്കുക. അന്നേരം എല്ലാരും നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോവാ. അപ്പൊ ഞാൻ എന്നെ പൊട്ട എന്ന് വിചാരിച്ച് ഞാൻ ഈ പോണ ആൾക്കാരുടെ കൂടെ വെച്ച് കഴിച്ച് ഞാനും പോകാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോ എന്റെ ഫ്രണ്ടിലുള്ളവൻ സ്ലോ ആക്കി. അപ്പൊ ഞാൻ ഓർത്ത് ഓക്കെ, അവൻ സ്ലോ ആക്കും, ഞാൻ ഓവർടേക്ക് ചെയ്യും, അടിക്കും ഒരുമിച്ചായിരുന്നു. ബേസിക്കലി അവന്റെ കയ്യില് ഞാൻ ഗൂഗിൾ മാപ്സ് ഉപയോഗിച്ചോണ്ടിരുന്നത്. അപ്പൊ നമുക്ക് അതിനകത്ത് ക്യാമറയുടെ വാണിങ്ങും കാര്യങ്ങളൊന്നും വരുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ ആ കാല് കൊടുത്ത് ഓവർടേക്ക് അടിക്കുക ഒരുമിച്ചായിരുന്നു. അത് എന്നെ 80-ന്റെ അവിടെ 126, അത് ഒരു 5-6 കൊല്ലം മുന്നേ. അതുകൊണ്ട് വലിയ എന്താ പറയാ, വലിയ ഭാരമൊന്നും കിട്ടില്ല. ഇപ്പോഴൊക്കെ ചിലപ്പോ
നല്ല പണി കിട്ടിയാണ്. പക്ഷെ അന്നും ഈ പറയണ പോലെ 100 സംതിങ് എങ്ങാണ്ട് ഫൈനും വന്നു, ഒരു പോയിന്റും കിട്ടി. അപ്പൊ അങ്ങനെയാണ് ഇവിടുത്തെ ഡ്രൈവിംഗ്. പക്കാ ആ സ്പീഡ് ലിമിറ്റ് തന്നെ നോക്കി ഓടിക്കുന്നവർക്ക് ഓക്കെയാണ്. എന്റെ ഫ്രണ്ട്സ് 8 കൊല്ലമൊക്കെ ഓടിച്ചിട്ട് ഇതുവരെ ഒറ്റ ഫൈൻ കിട്ടാത്തമാരൊക്കെ ഉണ്ട്. ഇതിങ്ങനെ കൊണ്ടു നടക്കണമെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു വണ്ടി ഡ്രൈവിംഗ് എൻജോയ് ചെയ്യുന്ന ആ ടൈപ്പ് ആൾക്കാർക്ക് എന്തായാലും കുറെയൊക്കെ ഫൈൻ കിട്ടുമെന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം നമ്മളത് ഭയങ്കര ഒരു ഡേഞ്ചറസ് ഡ്രൈവിംഗ് ചെയ്തിട്ടോ അങ്ങനെ ഉള്ള റീസൺ കൊണ്ടല്ല. എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് ലളിതമായിട്ട് പറഞ്ഞാൽ എന്താ, ഈ പ്രതിക്രിയാവാദകവും കൊളോണിയലിസവും എന്നൊക്കെ പറഞ്ഞ് വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിന്. ഉത്തമം ഉണ്ടാതിരിക്കും. സ്റ്റഡി ക്ലാസ്സിലൊന്നും കൃത്യമായി വരാത്തതുകൊണ്ടാണ് നിനക്കൊന്നും മനസ്സിലാവാത്തത്. കോട്ടപ്പള്ളിക്ക് മനസ്സിലായോ? എങ്കിലും ഒന്ന് പറഞ്ഞു തന്നാട്ടെ, നമ്മൾ എന്തുകൊണ്ട് തോറ്റു? കുമാരപിള്ള സാറ് നമ്മുടെ താത്വിക ആചാര്യനാണ്. തൽക്കാലം അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടാ മതി. എല്ലാവർക്കും കംഫർട്ടബിള് ഇവിടുത്തെ ഡ്രൈവിംഗ് ആണ് ഇഷ്ടം. പക്ഷെ എനിക്ക് നാട്ടിലാണെങ്കിൽ കുറെ കൂടെ ഫ്രീ മൈൻഡ് ആണ് നമുക്ക് ഓടിക്കാൻ. ഇവിടെ എന്ന് പറഞ്ഞാൽ 100 മീറ്ററിൽ 150 സിഗ്നൽ കാണും, റോള് കാണും, അത് നോക്കണം ഇത് നോക്കണം, എപ്പോഴാ ഫൈൻ വന്നേന്ന് അറിയാൻ പാടില്ല. അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ടല്ലോ. നാട്ടിലാകുമ്പോ ചുമ്മാ അങ്ങോട്ട് ഓടിച്ചു പോവാ. നമ്മൾ വേറെ ആരെയും മുഖത്തോട്ട് കയറാതിരിക്കുക എന്നുള്ളതിനപ്പുറത്തോട്ട് ഈ പറയണ പോലെ മീറ്ററിന് റൂള് നോക്കി ഓടിക്കേണ്ട ആവശ്യമില്ല. എവിടെ സ്ഥലം ഉണ്ടോ അതിലങ്ങ് ഓടിച്ചു പോവുക. പിന്നെ നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോ ആദ്യത്തെ 2 ദിവസം നമ്മൾ ഇവിടുത്തെ മോഡായിരിക്കും. വളരെ മര്യാദയ്ക്ക് സീബ്ര ക്രോസ് കാണുമ്പോൾ നമ്മൾ നിർത്തി കൊടുക്കുന്നു. അപ്പൊ ആൾക്കാർ നമ്മളെ അന്തം വിട്ട് നോക്കുന്നു, ഇവൻ എന്നാ പൊട്ടനാണോ എന്നുള്ള മട്ടില് ക്രോസ് ചെയ്യാനുള്ളവർ നോക്കണം, ഇവൻ എന്താ ഓടിച്ചു പോകാത്തതെന്ന്. എനിക്ക് അങ്ങനെ പല അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മള് ക്രോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരെ കണ്ടുകൊണ്ട് നമ്മൾ വണ്ടി നിർത്തി കഴിയുമ്പോൾ ആൾക്കാർ അന്തം വിട്ട് നോക്കുന്നു, ഇവരെന്താ വണ്ടി നിർത്തിയതെന്നുള്ള രീതിയിൽ. അതായത് ആൾക്കാരുടെ മൈൻഡിൽ സീബ്ര ക്രോസ് ആണെങ്കിലും ഒരു 150 മീറ്റർ അപ്പുറം വരെ വണ്ടി ഇല്ലെങ്കിൽ മാത്രമേ അവർ ക്രോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം അതിൽ കൂടുതൽ അടുത്ത് വന്നാൽ ഒരുത്തിനും നിർത്തി തരില്ല എന്നുള്ള മൈൻഡ് സെറ്റാണ് ആൾക്കാർക്കുള്ളത്. അപ്പൊ നിർത്തി കൊടുത്തു കഴിയുമ്പോൾ വളരെ അത്ഭുതത്തോടെ ആൾക്കാർ നോക്കാറുണ്ട്. പെട്രോൾ നോക്കാണ്ട് ഓടിച്ചോടിച്ച് 75 കിലോമീറ്ററേ ഉള്ളൂ. ഇന്നലെ ഒരു കൂട്ടുകാരനെ എയർപോർട്ടിൽ കൊണ്ടുപോയി വിടാനും പോയായിരുന്നു. അപ്പൊ നേരത്തെ ഞാൻ നോക്കിയപ്പോ 100 മിച്ചം ഉണ്ടായിരുന്നു. ഇപ്പൊ അത് താന്ന് 75 ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ തിരിച്ചു വരുമ്പോ എല്ലാം അടിക്കണം. ആക്ച്വലി ഇവിടെ അത്രയും താഴെ കളയുന്നത് അത്ര ബുദ്ധിയല്ല. കാരണം ഈ ഓട്ടോബാനിലോ ഒക്കെ കയറി വല്ലോ ബ്ലോക്കിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കരമായ സമയം എടുക്കും ചിലപ്പോൾ ചാടിപ്പോരാൻ. അതിന് പ്രത്യേകത എന്ന് വെച്ചാൽ ഓട്ടോബാനിൽ നമ്മൾ കയറി നമ്മൾ പെട്രോൾ തീർന്ന വഴിയിലായിട്ടുണ്ടെങ്കിൽ അതിന് വേറെ ഫൈൻ ഉണ്ട്. അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു ചെറിയ വീഡിയോ സീരീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ചില ആൾക്കാർ എന്നോട് ചോദിച്ച്, എന്തുവാ നീ പോർഷെ മേടിച്ചോ, എപ്പോഴാ പോർഷെ വരുന്നേ? അതായത് ഇൻസ്റ്റഗ്രാമിൽ നമ്മുടെ കുറച്ച് വീഡിയോ സീരീസ് കണ്ടിട്ടാ. പക്ഷെ അത് ആൾക്കാർ ഈ ടൈറ്റിൽ മാത്രമേ കാണുന്നുള്ളൂ, അല്ലാണ്ട് അതിന്റെ കണ്ടന്റ് എന്താ ഞാൻ പറഞ്ഞേക്കണെന്നൊന്നും മെജോറിറ്റി ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം അതൊരു മൈൻഡ് സെറ്റ് ചേഞ്ചിനെ പറ്റി നമ്മുടെ 9 to 5 ജോബ് മൈൻഡ് സെറ്റിൽ നിന്ന് വേറൊരു മൈൻഡ് സെറ്റിൽ വർക്ക് ചെയ്യുന്നതിനെ പറ്റിയൊക്കെയാണ് ഞാൻ അതിൽ സംസാരിക്കുന്നത്. ഇവഞ്ച്വലി ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു 9 to 5 ജോബ് വെച്ച് ഒരു 95% ഓഫ് എംപ്ലോയീസിനും ഈ പറയുന്ന സോ കോൾഡ് 911 കോൺഫർ ചെയ്ത് വരുമ്പോൾ ഒരു 2-2.5 കോടി രൂപയുടെ വണ്ടിയാണല്ലോ. അപ്പൊ 2.5 കോടി രൂപയുടെ വണ്ടി ഒരു സാലറി മേടിച്ച് എത്ര പേര് മേടിക്കുന്നുണ്ടാവും? ഒരു വളരെ ചെറിയൊരു ശതമാനം ആൾക്കാരായിരിക്കും അത്രയും ഹൈ ലെവൽ ഓഫ് പൊസിഷൻസിലോട്ട് എത്തുന്നത്. അപ്പൊ ആ ഒരു പെർസ്പെക്റ്റീവിൽ ഉള്ള ഒരു സീരീസ് ആണത്. അത് ഡെഫിനറ്റ്ലി അതില് വാല്യുബിൾ അപ്ഡേറ്റ്സ് വരുമ്പോൾ നമ്മളത് അപ്ഡേറ്റ് ചെയ്യും. അല്ലാണ്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പൊ കുറച്ച് ജർമ്മൻ റോഡ് റൂൾസ് ടിപ്സ് കൊടുക്കാറുണ്ട്. കാരണം ആൾക്കാർ കുറച്ച് പേര് എന്നോട് ചോദിച്ചാണ്, എന്തായാലും ഇങ്ങനെ ചെയ്യുന്നുണ്ട്, എന്നാൽ പിന്നെ പുതിയ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് ഇതിനെപ്പറ്റി ധാരണയില്ലാത്തവരും അല്ലെങ്കിൽ അറിയാൻ താല്പര്യമുള്ളവരും. അപ്പൊ അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ ഓഫ് ഡേകളിൽ നമുക്ക് ലീവുള്ള സമയങ്ങളിൽ നമ്മളിങ്ങനെ കുറച്ച് വണ്ടി റിവ്യൂസ്, ലോങ് ടൈമിൽ നമുക്ക് വേറെ കുറെ പ്ലാനുകളുണ്ട്. പറഞ്ഞ പോലെ റിവ്യൂകൾ മാത്രമല്ല, നമുക്ക് കാർ റിലേറ്റഡ് ഇവന്റുകൾ, റേസുകൾ, ജർമ്മനിയിലുള്ള മറ്റ് എന്തൂസിയാസ്റ്റുകൾക്കുള്ള ഓപ്ഷൻസ്, അല്ലാതെയുള്ള ഇതൊക്കെ നമ്മൾ കവർ ചെയ്യാൻ പ്ലാനുണ്ട്. ബേസിക്കലി നമ്മൾ ജോലി, ഫാമിലി, നമ്മളിവിടെ പുറം രാജ്യത്ത് തന്നെ താമസിക്കുമ്പോൾ അറിയാലോ, കുഞ്ഞു പിള്ളേർ, അവരുടെ സ്കൂള്, കിൻഡർ ഗാർട്ടൻ, വീട്ടുകാര്യങ്ങള് എല്ലാം ഉണ്ട്. അപ്പൊ അതിനൊപ്പം തന്നെ നമ്മൾ ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു മൊമെന്റത്തിൽ ചെയ്യാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഒരു അൺയൂഷ്വൽ സാധനം വൈറൽ ആവുമ്പോഴാണ് പിന്നെ ഈ പറഞ്ഞ സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഇനിഷ്യൽ ടൈം നമുക്ക് ഇപ്പൊ എല്ലാരും പറയുന്ന പോലെ കുറച്ച് സ്ട്രഗ്ലിംഗ് ആണ് ഇതിലൊരു മൊമെന്റം കിട്ടുക, ആൾക്കാര്
വ്യൂസ് കിട്ടുക, സബ്സ്ക്രിപ്ഷൻ കിട്ടുക എന്ന് പറയുന്ന സാധനം അത്ര ഈസി ആയിട്ടുള്ള പരിപാടിയല്ല. പിന്നെ ഇത് നമ്മുടെ കണ്ടന്റ് ഒരു നീഷാണല്ലോ. അതായത് ഈ കാറ് ഞാൻ ഈ ചാനൽ അയച്ചു കൊടുത്തപ്പോ ഒരു വെങ്കച്ച പുള്ളിക്കാരി ചോദിക്കുകയാണ്, ഇതിന്റെ അകത്ത് ബ്യൂട്ടി, മേക്കപ്പ്, കുക്കിംഗ് ഒന്നും ഇല്ലെന്ന്. മേക്കപ്പ് കൂടുതലാണ് ചേട്ടാ. മേക്കപ്പ് കുറച്ച് കുറവാണെങ്കിലേ ഉള്ളൂ. ആരാ മേക്കപ്പ് ചെയ്ത്? ഞങ്ങളുടെ നാട്ടില് ബ്യൂട്ടി പാർലർ എടുത്തിന് പുഷ്പലത ചേച്ചി. നന്നായി. അപ്പൊ അത് ഓരോ ആൾക്കാർ യൂട്യൂബൊക്കെ കൺസ്യൂം ചെയ്യുന്ന ഓരോ പർപ്പസിനാണ്. അപ്പൊ അത് അവരുടെ ഒരു ഇൻട്രസ്റ്റ് അനുസരിച്ച്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഈ ഓട്ടോമോട്ടീവ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു നീഷായിട്ടുള്ള ചെറിയൊരു മൈനോറിറ്റി ആൾക്കാരാണ് അതിലുള്ളത്. ഡെഫിനറ്റ്ലി നമുക്ക് അങ്ങനെയുള്ളവരല്ലാണ്ട് ഇപ്പൊ ഇതിന്റെ അകത്ത് 85 പേര് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നത് എന്തൂസിയാസ്റ്റുകളൊന്നും അല്ല. മേ ബി ഒരു 5 എന്തൂസിയാസ്റ്റ് കണ്ടന്റ് കണ്ട് സബ്സ്ക്രൈബ് ചെയ്താണ്. ബാക്കി 80 പേരും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയും ഒക്കെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. എനിവേ നമ്മളിത് ചെയ്യുന്ന കാര്യം നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. പിന്നെ എന്ത് കാര്യം ചെയ്യുമ്പോൾ അതിന് റിസൾട്ട് ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു മോട്ടിവേഷനാണ്. ഡെഫിനറ്റ്ലി ആ ഒരു നീഷിലോട്ട് നമുക്ക് എത്താൻ പറ്റുക എന്നുള്ളതാണ് മെയിൻ കാര്യം. അപ്പൊ നമ്മള് വോക്സ്വാഗൺ ഗോൾഫിന്റെ റിവ്യൂ ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോവാം. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ജർമ്മനിയിലെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസുകളെ പറ്റിയാണ്. ഒന്ന്, ഈ പറയുന്ന പോലെ കൃത്യമായ സ്പീഡ് സൈൻസ് എല്ലാം നോക്കി അതേ സ്പീഡിൽ മാത്രം ഓടിച്ചു കഴിഞ്ഞാൽ ഫൈനൊന്നും കിട്ടാതെ കൊണ്ടു നടക്കാന്നുള്ളതിന് ഒത്തിരി ഫ്രണ്ട്സ് ഡെഫിനറ്റ്ലി പ്രൂഫുണ്ട് അത് പോസിബിൾ ആണെന്നുള്ളതിന്. അപ്പൊ ഇവിടെ വണ്ടി വാങ്ങാൻ വേണ്ടി നോക്കുന്നവർക്ക് മെയിൻ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ mobile.de, ഓട്ടോ സ്കൗട്ട്, അങ്ങനെയുള്ള കുറച്ച് വെബ്സൈറ്റുകളുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത് mobile.de എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അതിൻ്റെ അകത്ത് അപ്പം നമുക്ക് എല്ലാ ഡീലർമാരും അവരുടെ കയ്യിലുള്ള വണ്ടികളെല്ലാം അഡ്വർടൈസ് ചെയ്യും. അതിൻ്റെ അകത്ത് വണ്ടികളുടെ പിക്ചേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ആക്സിഡന്റ് ഉണ്ടായതാണോ, ആക്സിഡന്റ് ഹിസ്റ്ററി ഉണ്ടോ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവും, ഫീച്ചേഴ്സ് ഉണ്ടാവും, പിന്നെ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ടാവും, അങ്ങനെ എല്ലാം ഉണ്ടാവും. അപ്പം നമുക്ക് ഈ ആപ്പിനകത്തെല്ലാം ഫിൽറ്റർ ചെയ്ത് നമുക്ക് വേണ്ട എല്ലാ ക്രൈറ്റീരിയാസും ഫിൽറ്റർ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് ഫിൽട്ടർ ഔട്ട് ചെയ്ത് വരുന്ന വണ്ടികളിൽ നിന്ന് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ട് അത് തമ്മിൽ കമ്പയർ ചെയ്യാം ഫീച്ചേഴ്സ്. അങ്ങനെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പാണത്. എന്നിട്ട് അവരെ വിളിക്കുക, നമ്മൾ ടെസ്റ്റ് ഡ്രൈവിന് ഒരു അപ്പോയിൻമെന്റ് എടുക്കുക, ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു 1 month ഒക്കെ എടുക്കും ഇതിൻ്റെ ഒരു പ്രൊസീജിയർ എല്ലാം ചെയ്ത് വണ്ടി കൈ കിട്ടാൻ വേണ്ടി. വണ്ടിയുടെ പാർക്കിങ് ഇൻഡോർ പാർക്കിംഗ് ആണോ, ഔട്ട്ഡോർ പാർക്കിംഗ് ആണോ, അല്ലെങ്കിൽ വണ്ടിയുടെ എൻജിൻ പവർ, പിന്നെ വണ്ടിയുടെ ആ മോഡലിന്റെ ഒരു ഹിസ്റ്ററി, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇൻഷുറൻസ് ഒക്കെ വരുന്നത്. ഇൻഷുറൻസ് എമൗണ്ട് നമുക്കിപ്പം നാട്ടിൽ 20 കൊല്ലം വണ്ടി ഓടിച്ച ആളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടുത്തെ ഇൻഷുറൻസ് ഇപ്പോൾ ഒരു ഇൻഷുറൻസ് ഹിസ്റ്ററി ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഡ്രൈവിംഗ് ഇൻഷുറൻസിന്റെ എമൗണ്ട് വരുന്നത്. ഇവിടെ SF ക്ലാസ് എന്ന് പറയും. അപ്പോൾ SF ക്ലാസ് 0-ലാണ് നമ്മൾ പുതിയൊരു ഇൻഷുറൻസ് എടുക്കുന്ന ആൾ സ്റ്റാർട്ട് ചെയ്യുക, 0 അല്ലെങ്കിൽ 0.5 ഒക്കെ. അപ്പോൾ അത് കൂടുന്നതനുസരിച്ച് നമ്മൾ ആക്സിഡന്റോ ക്ലെയിമോ ഒന്നും ഇല്ലാണ്ട് ഓരോ വർഷം കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇൻഷുറൻസ് പ്രീമിയം എമൗണ്ടുകൾ, ഇയർലി എമൗണ്ട് കുറഞ്ഞു വരും. അതുപോലെ തന്നെ ചില ഇൻഷുറൻസുകാർ ഒരു ട്രാക്കിംഗ് ഡിവൈസ് അല്ലെങ്കിൽ നമ്മുടെ ഡ്രൈവിംഗ് രീതികൾ ഐഡന്റിഫൈ ചെയ്യുന്ന, ട്രാക്ക് ചെയ്യുന്ന ഒരു ഡിവൈസ് തരും. അത് ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ നല്ല ഗുഡ് റേറ്റിംഗ് വന്നു കഴിഞ്ഞാലും പ്രീമിയം കുറയും. ആഡിയാസിക്കൊക്കെ അങ്ങനെയുള്ള ഡിവൈസ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അത് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ പ്രീമിയം കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ നിങ്ങൾ ഭയങ്കര അഗ്രസീവ് ഡ്രൈവിംഗ് സ്റ്റൈലുള്ള ആളാണെങ്കിൽ മേ ബി അത് ഓപ്പോസിറ്റ് ആയിട്ട് ഇമ്പാക്ട് ചെയ്യും അത് ഉപയോഗിച്ച് അതിൽ ബാഡ് മാർക്ക് വന്നു കഴിഞ്ഞാലും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ റോഡ് റൂൾസ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ഞാൻ മറ്റൊരു വീഡിയോയിൽ ഇവിടുത്തെ കുറേ നെഗറ്റീവ് എക്സ്പീരിയൻസുകൾ പറയാം. അത് റോട്ടിലുള്ളതും അല്ലാത്തതും. ഇവിടുത്തെ റൂളുകൾ കാരണം, അതായത് എക്സ്പാർട്സ് പുറം രാജ്യത്തുനിന്നുള്ള ആൾക്കാർ വന്നിട്ട് നിയമങ്ങൾ അറിയത്തില്ലാത്തതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. നമ്മൾ ഒരു വണ്ടി വട്ടം ചാടിയതാണ്. ഇവിടെ ആക്ച്വലി ഈ പറയുന്ന വാറ് ഇഷ്യൂസ് ഒക്കെ വരുന്നതിന് മുന്നേ പെട്രോൾ പ്രൈസ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിലായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 3-4 കൊല്ലം മുന്നേ, 4-5 കൊല്ലം മുന്നേ ഒക്കെ ഒരു €1, 1.1 അങ്ങനെയൊക്കെ ഉണ്ട്. അതായത് നാട്ടിലേക്കാൾ കൂടുതൽ അഫോർഡബിൾ നാട്ടിലെ റേറ്റിൽ ഇവിടെ കിട്ടുമായിരുന്നു.
ഇപ്പൊ അത് റഷ്യ യുക്രൈൻ വാറ് പ്ലസ് ഇറാൻ വാറ് എല്ലാം വന്നതോടുകൂടി ഇപ്പൊ അത് പോയി ഒരിടയ്ക്ക് 2.30 വരെയൊക്കെ വന്നായിരുന്നു. ഇപ്പൊ അത് കുറഞ്ഞിപ്പോ €2 എത്തിയിട്ടുണ്ട്. ഇനി താഴുവോന്ന് അറിയാൻ പാടില്ല. മേ ബി ഇതൊരു പുതിയ നോർമൽ റേറ്റ് ആയിട്ട് ഫിക്സ് ആവാനും സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം എഫിഷ്യന്റ് ആയിട്ടുള്ള വണ്ടികൾ എടുക്കുന്നത് നല്ലതാണ്. ഒരു പരിധി കൂടുതൽ പവറും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടികളിലോട്ട് പോകുമ്പോൾ മൈലേജ് ഭയങ്കരമായിട്ട് ബാധിക്കും. ഇപ്പൊ നമ്മുടെ വണ്ടി തന്നെ 150 HP വണ്ടിയായിട്ട് തന്നെ 10 അല്ലെങ്കിൽ 11 കിലോമീറ്റർ മൈലേജ് നമുക്ക് നമ്മുടെ സ്ഥിരം ഡെയിലി യൂസിൽ കിട്ടുന്നത്. ഓട്ടോബാൻ ഡ്രൈവിങ്ങിൽ ഒരു 15 കിട്ടും. പക്ഷെ നമ്മൾ ഓട്ടോബാൻ ഡ്രൈവ് അല്ലല്ലോ മെജോറിറ്റി ചെയ്യുന്നതും സിറ്റി ഡ്രൈവ് 30 അല്ലെങ്കിൽ 50 കിലോമീറ്റർ സ്പീഡിലുള്ള ഡ്രൈവാണ് മെജോറിറ്റി വരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഒരു കിലോമീറ്റർ വൈസ് എക്സ്പെൻസ് നോക്കുമ്പോൾ ഇപ്പം നല്ല ഒരു ചിലവാണ് വണ്ടിയുടെ ഇന്ധനമടി തന്നെ. ഇപ്പം നമ്മൾ ഫുൾ ടാങ്ക് അടിച്ച് 660 കിലോമീറ്റർ ആണ് കാണിക്കണത് ഫുൾ ടാങ്കിൽ. ആക്ച്വലി അത് കിട്ടുമോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിപ്പെൻസ് അപ്പോൺ നമ്മുടെ ഓട്ടം പോലെ ഇരിക്കും. ഒരു സിറ്റി മാത്രമാണെങ്കിൽ അത്ര ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഓട്ടോബാൻ ഡ്രൈവിംഗ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു 15 വെച്ച് 50 ലിറ്ററാണ് ടാങ്ക് വരുന്നത്. ജർമ്മനിയിലെ ഒരു 10 കൊല്ലത്തെ ജീവിതത്തിൽ കുറേ അധികം എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യാനുണ്ട്. അത് ഡെഫിനറ്റ്ലി എല്ലാം കാറുമായി ബന്ധപ്പെട്ടതായിരിക്കില്ല. അപ്പോൾ കുറച്ച് ഓഫ് ടോപ്പിക്കുകളും മേ ബി നമ്മളിതിൽ കവർ ചെയ്യും. കാരണം ഇനി അതിനു വേണ്ടി വേറൊരു ചാനൽ ഉണ്ടാക്കാൻ വയ്യ. അപ്പം അതുകൊണ്ട് എൻ്റെ പേഴ്സണൽ കുറച്ച് എക്സ്പീരിയൻസുകൾ, അത് മറ്റുള്ളവർക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആവുന്ന ഇൻഫോർമേഷൻസ് ഉള്ളതാവണം എന്നുള്ളതാണ്. അപ്പം അത് ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. ബേസിക്കലി തന്നെയുള്ള ഇത്തരം ഡ്രൈവുകളിൽ അങ്ങനെയുള്ള ടോപ്പിക്കുകൾ സംസാരിക്കാമെന്ന് വിചാരിക്കണം. ഇതിപ്പോൾ കുറച്ച് വാണ്ടർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫിലിം ചെയ്യുന്നത്. അപ്പോൾ അതൊരു പ്രിപ്പയർഡ് ടോക്കല്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കാട് കയറി പോകുന്നത്. നെക്സ്റ്റ് ടൈം നമ്മളൊരു സ്പെസിഫിക് ടോപ്പിക്ക് പ്ലാൻ ചെയ്ത് അടുത്തൊരു ഡ്രൈവിൽ നമുക്ക് അങ്ങനെ എടുക്കാം. ഓക്കെ.